സ്വാതന്ത്ര്യ സംരക്ഷണ സദസ്സ് നടത്തി. പുതിയ ഭാരവാഹികൾ സ്ഥാനമേറ്റു. കോൺഗ്രസ് കരുവാരകുണ്ട് മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച സ്വാതന്ത്ര്യ സംരക്ഷണ സദസ്സിൽ മണ്ഡലം പ്രസിഡന്റായി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി നിയോഗിച്ച വി ആബിദലിയെയും യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റായി നിയോഗിച്ച കെ ജിനേഷ് കുട്ടനെയും AP അനിൽകുമാർ MLA പൊന്നാടയണിയിച്ചു. തുടർന്ന് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റുമാർ, സെക്രട്ടറിമാർ, ട്രഷറർ എന്നീ സ്ഥാനങ്ങളിലേക്ക് നിയമിതരായവരും എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളും സ്ഥാനമേറ്റു. യോഗം AP അനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് വി ആബിദലി അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറി അസീസ് ചീരാന്തൊടി, ബ്ലോക്ക് പ്രസിഡന്റ് ജോജി K അലക്സ്, യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് നിഷാം ആബിദലി, UDF പഞ്ചായത്ത് കൺവീനർ MP വിജയകുമാർ, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് K ജിനേഷ്, V ഷബീർ അലി എന്നിവർ സംസാരിച്ചു. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, കരുവാരക്കുണ്ടിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനം നൽകുന്ന ഒരു മുഹൂർത്തമാണ്. നമുക്കിതുപോലെ മുന്നോട്ട് പോകേണ്ടത് നമ്മുടെ നാടിന്റെ ആവശ്യമാണ് എന്നാണ് ഞാൻ പറയുക. 1-2 വർഷം മുമ്പാണെങ്കിൽ നമുക്ക് മനസ്സിനകത്ത് കുറെ ആശങ്ക ഉണ്ടായിരുന്നു, നമുക്ക് എന്താണ് നാട്ടിൽ നടക്കാൻ പോകുന്നത്. പക്ഷെ ഈ സ്വാതന്ത്ര്യ ദിനം നമുക്ക് നമ്മുടെ മനസ്സിനകത്തുള്ള സംശയങ്ങളും ആശങ്കകളും ഒക്കെ നീക്കി നമുക്ക് ഇന്ത്യ രാജ്യം ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാൻ കഴിയും. ആരെതിർത്ത് കഴിഞ്ഞാലും ഇന്ത്യയുടെ ജനാധിപത്യത്തെയും മതേതരത്വത്തെയും ഒന്ന് തകർക്കാൻ ഒരു ശക്തിക്കും കഴിയില്ല എന്ന് തെളിയിച്ച ഒരു തെരഞ്ഞെടുപ്പിന് ശേഷമാണ് നമ്മളൊക്കെ ഈ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്നത്. പഞ്ചായത്ത് മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരു പുതിയ ഉണർവും ആവേശവും നേരത്തെ ഉള്ളതാണ്. പക്ഷെ കുറെ കാലം പല കാരണങ്ങൾ കൊണ്ടും നമുക്ക് ഒരുമിച്ചിരിക്കാൻ കഴിയാത്ത അന്തരീക്ഷമുണ്ടായിരുന്നു. ഇന്നത് മാറി ഒരു നല്ല തുടക്കത്തിന് വേണ്ടി അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നമുക്ക് വലിയ മുന്നേറ്റം കരുവാരക്കുണ്ട് പഞ്ചായത്തിൽ ഉണ്ടാക്കുന്നതിന്റെ തുടക്കമാണിത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് UDF ഒരുമിച്ച് കൊണ്ടുപോകുക എന്നത്. നമ്മൾ ഒരുമിച്ച് നിൽക്കുന്ന കാര്യത്തിൽ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നമുക്ക് ഒരുമിച്ച് നിൽക്കാൻ കഴിഞ്ഞില്ല. അതിന്റെ ഒരു ഫലം നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസും മുസ്ലിം ലീഗും ഒരുമിച്ച് പോകുന്ന ഒരു മുന്നണി ഉണ്ടാക്കാൻ കഴിഞ്ഞ തവണ കഴിഞ്ഞില്ല. അതുകൊണ്ട് പഞ്ചായത്തിൽ നിന്ന് CPM ഭരിക്കുന്ന സാഹചര്യമുണ്ട്. UDF ഒറ്റക്കെട്ടായി പോകേണ്ടത് ഇന്നത്തെ കാലഘട്ടത്തിൽ അനിവാര്യമാണ്. ആ ഒരു ഉത്തരവാദിത്വം നമ്മൾ ഏൽപ്പിച്ചിട്ടുള്ളത് പ്രിയപ്പെട്ട ശ്രീ വിജയകുമാർ എന്ന വിജയൻജിയാണ് UDFന്റെ കൺവീനറായി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി വെച്ചിട്ടുള്ളത്. രാജ്യത്തിന്റെ 78ാമത് സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ കരുവാരക്കുണ്ട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായി ചുമതലയേൽക്കുന്ന വി ആബിദലിക്കും, കരുവാരക്കുണ്ട് മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായി ചാർജെടുക്കുന്ന കുട്ടനും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ എല്ലാവിധ അഭിനന്ദനങ്ങളും അർപ്പിക്കുകയാണ്. ഇന്ന് രാജ്യം ഇന്ത്യയുടെ സ്വാതന്ത്ര്യം ആഘോഷിക്കുകയാണ്. ഒരു കോൺഗ്രസുകാരനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആഹ്ലാദകരമായ നിമിഷത്തിലാണ് നമ്മളൊക്കെ നിൽക്കുന്നത്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര കാലഘട്ടങ്ങളിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തെ അംഗീകരിക്കാത്ത, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരങ്ങളെ ഒറ്റിക്കൊടുത്ത ഇന്ത്യയിലെ മറ്റു പാർട്ടികൾ ഇന്ന് സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്നു എന്നുള്ളത് കോൺഗ്രസുകാരനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സന്തോഷകരമാണ്. ഇന്ത്യയുടെ സമ്പത്തെല്ലാം ചൂഷണം ചെയ്തു പോയപ്പോൾ, ഇന്ത്യയിലെ മനുഷ്യനെ മൃഗത്തിന്റെ പരിഗണന കൊടുക്കാതിരുന്നപ്പോൾ, ഈ രാജ്യത്തെ ത്രിവർണ്ണ പതാകയേന്തി സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്തിന്റെ അധിപരെന്ന് വിശേഷിപ്പിച്ച ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരായി ഉജ്ജ്വലമായി പോരാടിയ ഈ രാജ്യത്തെ മഹത്തായ പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് നമ്മൾ തിരിച്ചറിയാം. ഒരു കാര്യം നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവും, ആളുകൾ ചിലപ്പോ കോൺഗ്രസ് ആവില്ല, പക്ഷെ സ്വകാര്യ സംഭാഷണത്തിൽ അവർ നമ്മളോട് പറയും, ഞങ്ങളുടെ ഏക പ്രതീക്ഷ നിങ്ങളിലാണ്, നിങ്ങളൊന്ന് ഉഷാറാകണം. നിങ്ങൾക്കൊക്കെ അനുഭവം ഉണ്ടായിട്ടുണ്ടാവല്ലോ. കോൺഗ്രസുകാരോട് CPMകാരടക്കം പറയുന്നു, നിങ്ങൾ ഉഷാറാകണം, നിങ്ങളിലെ ഞങ്ങൾക്ക് പ്രതീക്ഷയുള്ളൂ. ഈ രാജ്യത്തെ BJP ഒഴിച്ച് എല്ലാ പാർട്ടികളും പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലാണ്. അതിന്റെ തലപ്പത്തിരിക്കുന്ന പ്രിയപ്പെട്ട ശ്രീ രാഹുൽ ഗാന്ധിയിലാണ്. ആ രാഹുൽ ഗാന്ധിയുടെ പ്രസ്ഥാനത്തെ, സോണിയാഗാന്ധിയുടെ പ്രസ്ഥാനത്തെ, മല്ലികാർജുൻ ഖാർഗെയുടെ പ്രസ്ഥാനത്തെ,
KC വേണുഗോപാലിന്റെ പ്രസ്ഥാനത്തെ അത് ഈ രാജ്യത്ത് ശക്തിയായി കൊണ്ടുവന്ന് കരുവാരക്കുണ്ടിലെ ഇത് വിളിച്ചോതുന്നത് അതാണ്. ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുകയാണ്. മനസ്സിന് വല്ലാത്ത ഒരു സന്തോഷം. എന്താണ്? കരുവാരക്കുണ്ടിൽ കുറെ കാലമായി പൊട്ടലും ചീറ്റലുമാണ്. പക്ഷേ ആവശ്യം വരുമ്പോൾ കൊല്ലനും കൊല്ലത്തിയും ഒന്ന് എന്ന് പറയുന്നത് പോലെ ഇന്ന് കരുവാരക്കുണ്ടിലെ കോൺഗ്രസിന് ബോധ്യപ്പെട്ടു, ഇങ്ങനെ പരസ്പരം മാറി നിന്നാൽ പോരാ, ഈ പഞ്ചായത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനമാക്കി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ മാറ്റണമെന്ന ബോധം എല്ലാവർക്കും വന്നിരിക്കുന്നു. അടുത്ത വർഷം കേവലം ഇനി 14 മാസമാണ് നമ്മുടെ മുമ്പിലുള്ളത്. അതിന് സജ്ജമാകുന്നതിന് വേണ്ടി ഒരു വർഷത്തെ കൃത്യമായിട്ടുള്ള പ്രോഗ്രാം ചാർട്ടുമായിട്ടാണ് പുതിയ ഈ മണ്ഡലം കമ്മിറ്റി നിങ്ങളുടെ മുമ്പിൽ എത്തുന്നത്. നമുക്ക് ഏറ്റവും വലിയ പ്രയാസങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ വാർഡുകളിലെ ജനങ്ങളുടെ കാര്യങ്ങൾ ഏറ്റെടുക്കാമെന്നതാണ്. അപ്പൊ 21 വാർഡിലെ വാർഡ് പ്രസിഡന്റുമാരോട് പറയാനുള്ളത്, എന്ത് പ്രശ്നമുണ്ടെങ്കിലും നിങ്ങൾ ആ വാർഡ് പ്രസിഡന്റിനോട് പറയാ, മണ്ഡലം കമ്മിറ്റി ആ കാര്യങ്ങൾ ഏറ്റെടുക്കും എന്നുള്ളത് കാര്യം ഞാൻ നിങ്ങൾക്ക് ഇവിടെ വെച്ച് ഉറപ്പു തരികയാണ്. അറിഞ്ഞോ, കേരളത്തിൽ ഇപ്പോൾ വനിതകളുടെ മുന്നേറ്റം. +2 കഴിഞ്ഞവർ അബാക്കസ് അധ്യാപകരായി മാറുന്നു. ബിസ്മാർട്ട് അബാക്കസിന്റെ വിമൻ എംപവർമെന്റ് പ്രോഗ്രാമിലൂടെ സൗജന്യ അധ്യാപക പരിശീലനവും സർട്ടിഫിക്കറ്റ് നേടാം. ആഴ്ചയിൽ 1 ദിവസം ജോലിയും വരുമാനവും. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അധ്യാപകരുള്ള വിദ്യാഭ്യാസ സ്ഥാപനം. 20,000-ഓളം വനിതകൾ ഈ പ്രൊജക്ടിന്റെ ഭാഗമായി അധ്യാപകരായി ജോലി ചെയ്യുന്നു. ബിസ്മാർട്ട് അബാക്കസ് ഇപ്പോൾ കേരളത്തിലെ എല്ലാ വാർഡുകളിലും. കൂടുതൽ അറിയാൻ ഉടൻ വാട്സ്ആപ്പിൽ ബന്ധപ്പെടുക. ബിസ്മാർട്ട് അബാക്കസ് 9447164411.